ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് പാവയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമേ. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഞാനപ്പോൾ പാവയ്ക്ക ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്, കൈ കൊണ്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചോപ്പറിലൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യാം. സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് കടുകിടുക. കടുക് നല്ലപോലെ പൊട്ടിക്കണം. അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് സവാള ചേർക്കുക. സവാള ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യേണ്ട. ഒരു പച്ചമുളകാണ് ഞാൻ എരിവിന് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കാം. അത്യാവശ്യം എരിയുള്ള ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതായത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കുക. ഈ ഒരു സ്റ്റേജിൽ പാവയ്ക്ക ചേർത്തിട്ട് പാവയ്ക്കയെ നമ്മൾ എണ്ണയിലൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. അത്യാവശ്യം, അതായത് ഇപ്പം നമ്മളൊന്ന് തീ കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം പാവയ്ക്ക ഇട്ടത് കൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ഞാൻ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. പാവയ്ക്കയിൽ വെള്ളം ചേർത്ത് നമ്മൾ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ കയ്പ്പ് രസം തോന്നിക്കും. വെള്ളം ചേർക്കാന്നുണ്ടാക്കുമ്പോൾ നമുക്ക് കയ്പ്പ് അധികം തോന്നിക്കത്തില്ല. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്യുന്നില്ല. നമ്മൾ ഈ തല്ലിപ്പത്തി വെക്കത്തില്ലേ, അതായത് തേങ്ങ ഇട്ട് പൊതിഞ്ഞ് നമ്മൾ ഈ തേങ്ങ അകത്തൊന്ന് കുക്ക് ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞൊരു 4-5 മിനിറ്റ് നമ്മളൊന്ന് ഇങ്ങനെ പൊത്തി വെക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട. പാവയ്ക്കയിലെയും തേങ്ങയിലെയും ഉള്ളിയിലെയും വെള്ളമെല്ലാം നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അടച്ചൊരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങയും പാവയ്ക്കയെല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വെള്ളം നനവുണ്ട്, കരിഞ്ഞു പോകത്തില്ല. നമ്മളിങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് ലോ ആക്കണ്ട, കുറച്ച് കൂട്ടിയതിന് ശേഷം എന്നാലും മീഡിയവും വെക്കണം. മീഡിയത്തിന് ലോയ്ക്കും ഇടയിൽ വെക്കുക. ഇപ്പം ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റേജ് കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. വൈറ്റ് കളർ രീതിയിൽ തന്നെയാണ് തോരൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അടച്ചൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തുറന്നൊന്ന് വഴറ്റി കൊടുക്കണം. അതായത് തുറന്നിട്ട് കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇത് മിക്സ് ആക്കി കൊടുക്കണം. അതായത് ഇതിൽ വെള്ളം നനവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി നല്ല രീതിയിലൊന്ന് തോർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കിഡിലൻ പാവയ്ക്ക മെഴുക്കോട്ട് പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പാവയ്ക്ക തോരന് അധികം കയ്പ്പ് തോന്നിട്ടില്ല. ഞാൻ ഒരുപാട് കയ്പ്പില്ലെന്ന് പറയുന്നില്ല, ചെറിയ രീതിയിൽ കയ്പ്പ് കാണും. പക്ഷേ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കയ്പ്പ് കാണില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ എരിവുള്ള കറിയിൽ, എരിവുള്ള മീൻ കറി, ചിക്കൻ കറി, അതിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതായത് ഒരു ചമ്മന്തി, എരിവുള്ള ചമ്മന്തിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്.